വേദപുസ്തകം പറയുന്നു, പിശാചിന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലെന്ന്. ഓരോ ദിവസവും ഓരോ തന്ത്രങ്ങൾ ഉപയോഗിച്ച് അവൻ ദൈവജനത്തെ നശിപ്പിക്കുവാൻ ശ്രമിക്കാറുണ്ട്. അറക്കുവാനും മുടിക്കുവാനും മോഷ്ടിക്കുവാനും അല്ലാതെ കള്ളൻ വരുന്നില്ല എന്ന് വേദപുസ്തകം പറയുന്നു. അവൻ അതിനുവേണ്ടി അവൻ്റെതായ തന്ത്രങ്ങളുണ്ട്. ഓരോ ദിവസവും ഓരോ യുദ്ധത്തിന്റെ സ്ട്രാറ്റജികളുണ്ട്. ഇത് മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാവ് സഭയോട് ആഹ്വാനം ചെയ്യുന്നു. നാം മനസ്സിലാക്കിയിരിക്കണം അവന്റെ തന്ത്രങ്ങളെ. വിശുദ്ധ വേദപുസ്തകത്തിൽ ദാവീദിനെയും ഗോലിയാത്തിനെയും അറിയാത്തവരായി ആരുമില്ല. നാം എല്ലാം അനവധി തവണ കേട്ടിട്ടുള്ള കഥയോ പ്രസംഗങ്ങളോ ആയിരിക്കാം ദാവീദിന്റെയും ഗോലിയാത്തിന്റെയും കാര്യം. ചെറുപ്പം മുതൽ എത്രയോ തവണ നാം കേട്ടിരിക്കുന്നു. പക്ഷെ അതിൽ അതിശക്തമായ ഒരു ദൈവിക മുന്നറിയിപ്പുണ്ട്, ഒരു ദൈവിക സന്ദേശമുണ്ട്. സാധാരണ യുദ്ധത്തിനൊരു സ്ട്രാറ്റജി ഉണ്ട്. ശത്രു സൈന്യങ്ങൾ മുഖാമുഖമായി നിന്ന് യുദ്ധം ചെയ്യുക, ജയിക്കുന്ന രാജ്യം തോൽക്കുന്ന രാജ്യത്തെ അധീനപ്പെടുത്തുക, അല്ലെങ്കിൽ തോൽക്കുന്ന രാജാവ് ജയിക്കുന്ന രാജ്യത്തിന് കീഴടങ്ങിയിരിക്കുക. സാധാരണ യുദ്ധതന്ത്രത്തിൽ നിന്ന് വിഭിന്നമായി ഫെലിസ്ത്യ മല്ലനായ ഗോലിയാത്ത് ഇസ്രായേൽ മക്കളെ വെല്ലുവിളിക്കുന്നു. ഫെലിസ്ത്യ മല്ലനായ ഗോലിയാത്ത് നടത്തുന്ന വെല്ലുവിളി ഇങ്ങനെയാണ്: നിങ്ങൾ ഒരാളെ തിരഞ്ഞെടുത്ത് എന്നോട് യുദ്ധം ചെയ്യാനും വിടുക. ഞാൻ അവനെ കൊല്ലുകയാണെങ്കിൽ നിങ്ങളുടെ രാജ്യം ഞങ്ങൾക്ക് അടിമയായിരിക്കും. മറിച്ച് ആണ് സംഭവിക്കുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കും അടിമയായിരിക്കും. നോക്കിക്കേ, അതുവരെ കാണാത്ത ഒരു യുദ്ധതന്ത്രവുമായി ഫെലിസ്ത്യൻ ഇസ്രായേലിനെ സമീപിക്കുന്നു. ഈ യുദ്ധതന്ത്രത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കി നിൽക്കുന്ന ഒരു ഇസ്രായേലിനെ കാണുവാൻ സാധിക്കും. നോക്കിക്കേ, അന്ന് വരെ ഇല്ലാത്തൊരു യുദ്ധതന്ത്രവുമായി ഫെലിസ്ത്യൻ വരുന്നു. ഒരുവനെ തകർക്കുന്നതിൽ കൂടി ഒരു കൂട്ടത്തെ മുഴുവനും അടിമയാക്കി മാറ്റുക. ഒത്തിരി പേരെ തകർക്കണ്ട, ഒരുവനെ മാത്രം സെലക്ട് ചെയ്ത ഒരുവനെ തകർത്ത് ഒരു കൂട്ടത്തെ മുഴുവനും നശിപ്പിച്ചു കളയുക. അന്ന് വരെ ഇല്ലാത്ത ഒരു യുദ്ധതന്ത്രം. ഇതേ യുദ്ധതന്ത്രം ഈ കാലഘട്ടത്തിലും പിശാച് ഉപയോഗിക്കുന്നുണ്ട്. ഒരു നേതാവിനെ തകർത്ത് അണികളെ മുഴുവനും നശിപ്പിച്ചു കളയുക. ഒരു സഭയിലെ ലീഡറെ തകർത്ത് ആ കൂട്ടത്തെ മുഴുവനും ചിതറിച്ചു കളയുക. ഒരു ഗൃഹനാഥനെ തകർത്ത് ആ കുടുംബത്തെ ശിഥിലമാക്കി കളയുക. ഇത് തിരിച്ചറിയുവാൻ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു. പിശാചിന്റെ യുദ്ധതന്ത്രങ്ങളെ മനസ്സിലാക്കുവാൻ ഒരു അഭിഷിക്തന് സാധിക്കും. അവിടെയാണ് ദാവീദിന്റെ വിജയം എന്ന് പറയുന്നത്. ഇവിടെയാണ് അഭിഷേകത്തിന്റെ പ്രസക്തി. അഭിഷേകം പിശാചിന്റെ യുദ്ധതന്ത്രങ്ങളെ തിരിച്ചറിയും. ഇങ്ങനെ യുദ്ധത്തിന്റെ തന്ത്രത്തെ മാറ്റുന്ന ഒരു ദുരാത്മ മണ്ഡലത്തോട് ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്: ഞാൻ യുദ്ധത്തിന് വരുന്നത് എൻ്റെ നാമത്തിലല്ല, എൻ്റെ കഴിവിൽ ആശ്രയിച്ചിട്ടല്ല, ഞാൻ യഹോവയുടെ നാമത്തിൽ വരുന്നു. യുദ്ധത്തെ ദാവീദ് നേരെ തിരിച്ച് ദൈവത്തിലേക്ക് തിരിക്കുന്നു. അവിടെ യുദ്ധം ചെയ്യുന്നത് ദാവീദല്ല, ഇസ്രായേൽ ജനമല്ല. ഇസ്രായേലിന് വേണ്ടി ദാവീദ് യുദ്ധം യഹോവയെ ഏൽപ്പിക്കുന്നു. ദാവീദ് യഹോവയെ മുൻപിൽ നിർത്തി ദാവീദ് ദൈവത്തിന്റെ പുറകിൽ മറയുന്നു. ഇന്ന് ഇസ്രായേലിൽ ഒരു ദൈവം ഉണ്ട് എന്ന് ലോകം തിരിച്ചറിയും. യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടുമല്ല രക്ഷിക്കുന്നത് എന്ന് ഇന്ന് സർവ്വ ജനവും അറിയും. നോക്കിക്കേ, എത്ര ശക്തമായ ദൈവത്തിലുള്ള ആശ്രയം എന്ന് നോക്കിക്കേ. ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ പിശാചിന്റെ തന്ത്രങ്ങളെ നാം ജയിക്കുന്നത്. നമ്മുടെ കഴിവിൽ നമുക്ക് ആശ്രയിക്കാൻ കഴിയുകയില്ല. കഴിവിൽ ഒരിക്കലും ദാവീദിന് ഫെലിസ്ത്യനെ നേരിടുവാനുള്ള കഴിവില്ല. പക്ഷേ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ മുൻപിൽ നിർത്തി അതിന്റെ പിന്നിൽ മറയുന്ന ഒരു യുദ്ധതന്ത്രം അവിടെ ദാവീദ് സ്വീകരിക്കുന്നു. ഇത് തന്നെയല്ല ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടത്. നമ്മുടെ കഴിവിൽ നമുക്ക് എങ്ങും എത്താൻ കഴിയുകയില്ല. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ഓരോ പ്രതിസന്ധികളുടെ മുൻപിൽ ദൈവത്തെ നിർത്തി ആ ദൈവത്തിന്റെ പിറകിൽ നാം മറയുകയാണെങ്കിൽ സാധാരണമായ വിജയം നാം കാണുവാൻ കഴിയും. ഓരോ ദിവസവും നാം അനുഭവിക്കുന്ന പ്രതിസന്ധികളുണ്ട്. ഓരോ നിമിഷവും നാം നേരിടുന്ന വെല്ലുവിളികളുണ്ട്. ഈ വെല്ലുവിളികളുടെ മുമ്പിൽ നമുക്ക് അതിനെ നേരിടുവാൻ കഴിയുകയില്ല. പക്ഷേ ദൈവത്തെ മുൻപിൽ നിർത്തി നാം ദൈവത്തിന്റെ പിന്നിൽ മറഞ്ഞുള്ള യുദ്ധതന്ത്രങ്ങളെ സ്വീകരിക്കുവാൻ പരിശുദ്ധാത്മാവ് ഈ വചനത്തിൽ കൂടി നിങ്ങളോട് ഇടപെടുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരുവന് ശക്തമായി പറയുവാനുള്ള ഭാഗം ഇതത്രേ: എന്നെ ശക്തനാക്കുന്നവന് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായിരിക്കുന്നു. എൻ്റെ കഴിവല്ല, എൻ്റെ ബലമല്ല, എൻ്റെ ശക്തിയല്ല, എൻ്റെ യോഗ്യതയല്ല, പക്ഷേ എനിക്കൊരു ദൈവമുള്ളത് കൊണ്ടും ഞാൻ ആശ്രയിക്കുന്ന സർവശക്തനായ ദൈവത്തെ എൻ്റെ മുൻപിൽ നിർത്തി അതിൻ്റെ പിൻപിൽ ഞാൻ മറയുന്നു. അവിടെയല്ലേ നമുക്ക് വിജയമുള്ളത്, അവിടെയല്ലേ ദൈവ കൃപ വ്യാപരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ അത്തരത്തിൽ പിശാചിന്റെ തന്ത്രങ്ങളെ നേരിടുവാൻ ദൈവസഭ തയ്യാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തയ്യാറാകുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും.